നമസ്കാരം. ലോകരാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു നിർണായക അധ്യായം തുറക്കപ്പെടുകയാണ്. പതിറ്റാണ്ടുകളായ വിശ്വാസത്തിന്റെയും ഉപരോധങ്ങളുടെയും യുദ്ധഭീഷണികളുടെയും ഭാഷയിൽ മാത്രം സംസാരിച്ച അമേരിക്കയും ഇറാനും ഇന്നൊരു പുതിയ കരാറിന്റെ കവാടത്തിൽ നിൽക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായെന്ന് പ്രഖ്യാപിക്കുമ്പോൾ പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ മാറിമറിയാവുന്ന ഒരു നിമിഷത്തിലേക്കാണ് ലോകം നോക്കി നിൽക്കുന്നത്. ചരിത്രം സാക്ഷിയാകുന്നത് അമേരിക്ക ഇറാൻ ബന്ധം ഒരിക്കലും വെറും നയതന്ത്രത്തിന്റെ കഥയായിരുന്നില്ല എന്നതിനാണ്. അത് ശക്തി പ്രകടനത്തിന്റെയും അവിശ്വാസത്തിന്റെയും പരസ്പര വെല്ലുവിളികളുടെയും നീണ്ട യാത്രയായിരുന്നു. ഇപ്പോൾ മുന്നോട്ട് വെക്കപ്പെടുന്ന പുതിയ ധാരണ യാഥാർത്ഥ്യമാകുന്നുവെങ്കിൽ അതിന്റെ ആദ്യ പ്രതിഫലം പശ്ചിമേഷ്യയിലെ സംഘർഷ ഭൂമികളിൽ കാണാനാകും. ആണവ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇറാൻ തയ്യാറാകുന്നതും മറുവശത്ത് സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകാൻ അമേരിക്ക സന്നദ്ധമാകുന്നതുമാണ് ചർച്ചകളുടെ കേന്ദ്രം. ഇറാൻ ആണവായുധം കൈവശം വെക്കില്ല എന്ന് ഇതിനോടകം സമ്മതിച്ചിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ചർച്ചകളിൽ പങ്കാളിയാണെന്നും അദ്ദേഹത്തെ കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ന്യൂയോർക്ക് പോസ്റ്റിന്റെ പോഡ്ഫോഴ്സ് 1 പോഡ്കാസ്റ്റ് അഭിമുഖത്തിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ആണവായുധം നേടാൻ ഞങ്ങൾ അവരെ അനുവദിക്കില്ല, ആണവായുധം സ്വന്തമാക്കില്ല എന്നവർ ഇതിനോടകം സമ്മതിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സു മാറ്റാൻ കഴിയും, അതായിരുന്നു അവർ സമ്മതിക്കേണ്ട കാര്യങ്ങളിലൊന്ന്. അവർ അതിന് സമ്മതിച്ചു, അതായിരുന്നു വലിയ കാര്യമെന്ന് ട്രംപ് പറഞ്ഞു വെച്ചു. ചർച്ചയിലുള്ള ധാരണ പ്രകാരം ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കില്ല എന്ന് വ്യക്തമാണെന്ന് വൈറ്റ് ഹൌസും അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഇറാനിലെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പരമോന്നത നേതാവ് മുജ്തബ ഖമേനി തീർച്ചയായും പങ്കെടുക്കുന്നുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നതായും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനിയൻകാർക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഇസ്രായേൽ US ആക്രമണത്തിൽ മുജ്തബ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ സംബന്ധിച്ച് പ്രതികരിക്കാൻ ട്രംപ് തയ്യാറായില്ല. ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ഒരുപക്ഷെ ഞങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയേക്കാമെന്നും പറഞ്ഞ ട്രംപ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് എന്നും കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാൻ US ചർച്ചകൾ തുടരുന്നുവെന്ന് ട്രംപ് ആവർത്തിക്കുന്നതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. ഇറാനിയൻ എണ്ണക്കപ്പൽ US ആക്രമിച്ചതിന് പിന്നാലെ കുവൈറ്റിലും ബഹ്റിനും നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നും ട്രംപ് അഭിമുഖത്തിനിടെ വ്യക്തമാക്കി. ഇനിയൊരു യുദ്ധം കഴിയുമെങ്കിൽ ഒഴിവാക്കേണ്ട ഒന്നാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ യുറേനിയം ശേഖരങ്ങൾ, ആണവ സമ്പുഷ്ടീകരണ അവകാശം, ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോഴും ഗൗരവകരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇറാനിയൻ നേതൃത്വം അന്തിമ കരാർ ഉണ്ടായി എന്ന അവകാശവാദങ്ങളെ ഇതുവരെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുമില്ല. എന്നീ കാരണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ വഴി അത്ര ലളിതവുമല്ല. ഈ കരാർ വിജയിച്ചാൽ ആഗോള എണ്ണ വിപണിയിൽ സ്ഥിരത കൈവരും. യുദ്ധഭീതിയാൽ വിറങ്ങലിച്ചിരിക്കുന്ന മേഖലയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതേസമയം കരാർ പരാജയപ്പെട്ടാൽ വീണ്ടും സൈനിക ഏറ്റുമുട്ടലുകളിലേക്കും പുതിയ ഉപരോധങ്ങളിലേക്കും കാര്യങ്ങൾ നീക്കാൻ സാധ്യത തള്ളിക്കളയാനുമാകില്ല. അതിനാൽ ഇന്ന് ലോകം കാത്തിരിക്കുന്നത് ഒരു കരാറിനെ മാത്രമല്ല, സമാധാനത്തിന്റെയും സംഘർഷത്തിന്റെയും ഇടയിൽപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ ചരിത്ര വിധിയെയാണ്. വെടിയൊച്ചകൾക്ക് പകരം സംഭാഷണങ്ങൾ വിജയിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി ലോകരാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം എഴുതുക.